യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഒത്തിരി ആഗ്രഹത്തോടും പ്രതീക്ഷയോടും കൂടെയാണ് പ്രാർത്ഥിക്കുന്നത്, വചനങ്ങളൊക്കെ കേൾക്കുന്നത്. കൊതിയുള്ളൊരു മനസ്സോടെയാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. ഈ വചനം നിങ്ങൾ കേൾക്കുമ്പോൾ, നിങ്ങളുടെ ഭവനത്തിൽ മുഴങ്ങുമ്പോൾ ദൈവികമായൊരു ശബ്ദമാണ്, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്വരമാണ് നിങ്ങളിൽ, നിങ്ങളുടെ കുടുംബത്തിൽ മുഴങ്ങിയത്. അത് തന്നെ ഒരു അനുഗ്രഹമാണ്. ഉപവാസത്തിൻ്റെ 10 ദിവസങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഏറ്റവും ആത്മാർത്ഥതയോടെ ഈ നാളുകൾ വരെ എഴുത്തിലൂടെയും ഇവിടെ നേരിട്ട് വന്നും, അതുപോലെ തന്നെ അവരവരുടെ ഭവനങ്ങളിൽ ഇരുന്ന് വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എല്ലാവരെയും ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയവും ദിവസങ്ങളുമാണ്. ദൈവം നമ്മളെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, ഈ സ്ഥലത്ത്, ഈ നാടുകളിൽ ഒക്കെ ഇരുന്ന് ഈ നാളുകൾ കേൾക്കുന്നുണ്ട്. പ്രത്യേക ഒരു ഇൻറ്റൻഷനോടെ, നിയോഗത്തോടെയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത്. പരീക്ഷയ്ക്കൊരുങ്ങുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്നവർ, മക്കളെ ഓർത്തും മാതാപിതാക്കളുടെ ചില വിഷയങ്ങൾ, ചില വിഷമങ്ങൾ, ചില സങ്കടങ്ങൾ, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്, ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മക്കൾ ഒരു കിരീടം പോലെ ആകുമെന്ന്. മാതാപിതാക്കൾക്ക് മക്കൾ കിരീടം പോലെയാവും, ഒരഭിമാന വിഷയമാവും, ഒരനുഗ്രഹത്തിന് കാരണമാവും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ, ദൈവം സഹായിക്കട്ടെ. ഞാൻ ഇന്ന് നിങ്ങളോടൊരു വചനം പറയുകയാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 4-5 വാക്യങ്ങളാണ്. 1-ാം അധ്യായം ഇന്നലെ 1, 2, 3 വാക്യങ്ങൾ കണ്ടു. ഇന്ന് 4-5 വാക്യങ്ങൾ വായിക്കുകയാണ്. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു. ആദ്യം സൃഷ്ടിച്ചത് എന്നതാ? വെളിച്ചമാണ്. ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചത്തെയാണ്. നമ്മുടെ ഭവനങ്ങളിലും വെളിച്ചം ആദ്യം ഉണ്ടാകണ്ടേ. വെളിച്ചം ഉണ്ടായാലേ ഒരു തെളിച്ചം ഉണ്ടാവുള്ളൂ, വ്യക്തതയുണ്ടാവുള്ളൂ. വെളിച്ചമാണ് ആദ്യം ഉണ്ടാക്കിയത്, വെളിച്ചത്തെയാണ്. എന്നിട്ട് ആ ഭാഗം ഒന്ന് വായിക്കുകയാണ്. അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഇരുളിൽ നിന്ന് വേർതിരിച്ചു. രണ്ടും ഇങ്ങനെ കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന സാഹചര്യമായിരുന്നപ്പോൾ ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു. പ്രിയപ്പെട്ടവരെ, വേർതിരിക്കുക, മാറ്റിയെടുക്കുക, വേർതിരിച്ചു. നമ്മുടെ ജീവിതത്തിൽ നിന്നും ഈ കൂടിക്കുഴഞ്ഞു കിടക്കുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്. അതിൽ നിന്നെല്ലാം, ആ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മളെ വേർതിരിക്കണം. ദൈവത്തിൻ്റെ അങ്ങനെ ഒരു പ്രവൃത്തി നമ്മളിൽ വരും. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ ഭയങ്കര മടി, അലസത, ആ അലസത, മടി, അത് ജീവിതത്തിൽ നിന്ന് വേർതിരിക്കണം. എന്നാലേ ഒരാൾ രക്ഷപ്പെടുകയുള്ളൂ. എന്ത് കാര്യവും ഒരു ചില വേർതിരിവുകൾ ആവശ്യമാണ്, അത്യാവശ്യമാണ്. വേർതിരിച്ചു. വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു. ഇപ്പോൾ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഒരു സ്ഥലത്ത് നമ്മൾ അനുഭവിക്കാനുള്ള ഒത്തിരി ഭക്ഷണങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്ന് കരുതുക. പക്ഷേ വെളിച്ചമൊന്നുമില്ല, മുഴുവൻ ഇരുട്ടാണ്, കൂരാക്കൂരിരുട്ടാണ്. അതിനകത്ത് വിഭവസമൃദ്ധമായൊരു ഭക്ഷണം ആ ഇരുട്ട് മുറിയിലാണ് ഒരുക്കി വച്ചിരിക്കുന്നത്. എല്ലാം ഒരുക്കി വച്ചിട്ടുണ്ട്, വിഭവസമൃദ്ധമായ സംഭവമൊക്കെ തന്നെയാണ്. പക്ഷേ ഇതെവിടെയാണ് ഇരിക്കുന്നതെന്നറിയില്ല. മനുഷ്യനായ ആ ഇരുട്ടിലേക്ക് കയറിയാൽ
തട്ടിമറിച്ചിട്ട് ആ അനുഭവിക്കേണ്ട നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇതുപോലെ തന്നെയാണ് ദൈവം നമുക്ക് അനുഭവിക്കാൻ ഒത്തിരി നന്മകൾ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുണ്ട്. ഇരുട്ടാണെങ്കിൽ ഇത് കാണാനൊക്കില്ല, ഇത് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, ഇത് അനുഭവിക്കാനും പറ്റില്ല. എന്നാൽ അതേ സമയത്ത് ആ ഇരുട്ടിനെ മാറ്റി അവിടെ വെളിച്ചം വന്നാൽ എനിക്കിഷ്ടമുള്ളതിനെ തിരഞ്ഞെടുക്കാൻ, അനുഭവിക്കാൻ, ആ നന്മ അനുഭവിക്കാൻ വെളിച്ചം ഉണ്ടേലേ പറ്റുള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ എല്ലാ ദൈവം ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ ഒരുക്കിയിട്ടുണ്ട്. ആദ്യം വേണ്ടത് വെളിച്ചമാണ്. ദൈവവചനം ഒരു വെളിച്ചമാണ്. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കാണ്, വെളിച്ചമാണ്. ഈ കേൾക്കുന്ന വചനം നിങ്ങളുടെ വെളിച്ചമാണ്. ജീവിതത്തിൽ നിന്ന് ചിലതൊക്കെ മാറി വരും, വേർതിരിക്കപ്പെടും, മാറും. ആ പ്രശ്നങ്ങൾ മാറും, ആ പ്രതിസന്ധികൾ മാറും, ആ അസ്വസ്ഥതകൾ മാറും, നിരന്തരമായ ആ വഴക്ക് മാറും, ആ അസ്വസ്ഥതകൾ, ആ സമാധാനക്കേട് മാറും, തെറ്റിദ്ധാരണ മാറും, ആ മടി മാറും, ക്ഷീണം മാറും, അലസത മാറും, രോഗം മാറും. അവിടുന്ന് വേർതിരിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വേർതിരിക്കും. ചിലർ പറയും ഈ വീട് പണിതേ പിന്നെ അസ്വസ്ഥതയാണ്, ഞങ്ങളിവിടെ വന്നേ പിന്നെ സമാധാനമില്ല, ഒന്നിനു പുറകെ രോഗങ്ങളാണ്, കിട്ടിയ പൈസ മുഴുവൻ ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ, മരുന്ന് മേടിക്കാനേ തികയുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ പല അസ്വസ്ഥതകളും ടെൻഷനുകളും നഷ്ടങ്ങളും ആ തെറ്റിദ്ധാരണകളും കൂടിക്കുഴഞ്ഞ് കിടക്കുന്ന വീടും ചുറ്റുപാടും അന്തരീക്ഷവും മനസ്സും ഒക്കെ ആണെങ്കിൽ ഇന്ന് വചനം കേൾക്കുമ്പോൾ ശ്രദ്ധിച്ച്, ഈ വചനം വരുമ്പോൾ വെളിച്ചത്തെയും ഇരുളിനെയും വേർതിരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വേണ്ടാത്തത്, നമുക്ക് ദുഃഖം തരുന്നതിനെ, നമുക്ക് അസ്വസ്ഥത തരുന്നതിനെ, നമ്മുടെ ജീവിതത്തെ പരാജയപ്പെടുത്തുന്നതിനെ, നഷ്ടപ്പെടുത്തുന്നതിനെ വേർതിരിക്കും. വേർതിരിച്ചിട്ട് ഒരിക്കലും കൂട്ടുകൂടാത്ത വിധത്തിൽ അതിനെ രണ്ടാക്കി. ഒരിക്കലും ഇരുട്ടും വെളിച്ചവും കൂട്ടുകൂടത്തില്ല. ഒരിക്കലും കൂട്ടുകൂടാത്ത വിധത്തിൽ അതിനെ രണ്ടാക്കി. എഴുതിയിട്ടുണ്ട്, ഇരുളിന് രാത്രിയെന്നും വെളിച്ചത്തിന് പകലെന്നും പേരിട്ടു. ഒരിക്കലും ഇരുട്ടും വെളിച്ചവും എവിടെയെങ്കിലും കൂട്ടുകൂടിയതായി കണ്ടിട്ടുണ്ടോ? വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോവും, വെളിച്ചം മാറുമ്പോൾ ഇരുട്ട് കയറി വരും. കൂട്ടുകൂടത്തില്ല. അവരൊരിക്കലും രമ്യതയിലാകത്തില്ല. ഒരിക്കലും കൂട്ടുകൂടാത്ത വിധത്തിൽ അതിനെ രണ്ടാക്കി. നമ്മുടെ ജീവിതത്തിലും ശരിക്കും മാറ്റേണ്ട കുറേ കാര്യമുണ്ട്. ഇരുട്ടും വെളിച്ചം പോലെ അത് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നാം മടിയെ വേർതിരിക്കണമേ, എൻ്റെ ജീവിതത്തിനകത്ത് കിടക്കുന്ന നിരാശയെ, ടെൻഷനെ മാറ്റണമേ, അതിനെ വേർതിരിക്കണമേ. എൻ്റെ ശുശ്രൂഷയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധത്തിലുള്ള പ്രയാസങ്ങളെ, പ്രതിസന്ധികളെ വേർതിരിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ചീത്ത കൂട്ടുകെട്ടുകൾ, തെറ്റായ ബന്ധങ്ങൾ വേർതിരിക്കണമേ. കൊള്ളാത്ത ബന്ധങ്ങൾ, ശരിയല്ലാത്ത കാര്യങ്ങൾ, നമുക്കത് പ്രായമായവർക്ക് അനുഭവമുള്ളവർക്കറിയാം. ഈ കൂട്ടുകെട്ട് ശരിയല്ല, ഈ ബന്ധം ശരിയല്ല. ദൈവമേ, കൊള്ളാത്തത്, ചേരാത്തത്, വേണ്ടാത്തതിനെ വേർതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇരുട്ടും വെളിച്ചവും പോലെ അത് വേർതിരിക്കട്ടെ. ഒരിക്കലും കൂട്ടുകൂടാത്ത വിധത്തിൽ അത് വേർതിരിയട്ടെ. നമുക്കിന്ന് പ്രാർത്ഥിക്കണം. വെളിച്ചം നല്ലതെന്ന് കണ്ടു, ആ വെളിച്ചത്തെ പകലെന്നും ഇരുളിനെ രാത്രിയെന്നും വിളിച്ചു. ഒരിക്കലും കൂട്ടുകൂടാത്ത വിധത്തിൽ ഇതെങ്ങനെ ആദ്യം കിടന്നതെന്നറിയാവോ? ഇത് രണ്ടും കൂടിക്കുഴഞ്ഞ കിടന്നിരുന്നത്. എഴുതിയിട്ടുണ്ട്, വെളിച്ചത്തെ ഇരുളിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറഞ്ഞ് രണ്ടും കൂടിക്കുഴഞ്ഞ കിടന്നേ. അതിനെ വേർതിരിച്ചു. വെളിച്ചം നല്ലതെന്ന് കണ്ടു. നിങ്ങളുടെ കുടുംബത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, സ്വഭാവത്തിൽ വെളിച്ചമുണ്ടാകട്ടെ, ശുശ്രൂഷകളിൽ വെളിച്ചമുണ്ടാകട്ടെ, തീരുമാനങ്ങളിൽ വെളിച്ചമുണ്ടാകട്ടെ. എല്ലാത്തിനും വേണ്ടത് വെളിച്ചമാണ്. ആദ്യം സൃഷ്ടിച്ചത് വെളിച്ചമാണ്. ഈ വചനത്തിലൂടെ നിനക്ക് കിട്ടുന്നത് മുന്നോട്ട് പോകാനുള്ള തെളിച്ചവും വെളിച്ചവുമാണ്. പലതും ഇങ്ങനെ ഈ മൂടിക്കിടക്കുവാണ്, പലതും ഇരുണ്ട് കിടക്കുവാണ്, പലതും ഈ വെളിച്ചമില്ലാത്തതുകൊണ്ടാണ് ജീവിതത്തിൽ ഇന്ന് പലരും തട്ടി വീണത്. ഈ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്ന നന്മകൾ അവർക്ക് കാണാൻ പറ്റാത്തത്. ഈ വെളിച്ചമില്ലാത്തത് കൊണ്ടാണ് പല പ്രതിസന്ധികളും ഇന്ന് വലിയ തകർച്ചയിലേക്ക് എത്തിച്ചത്. ഈ വെളിച്ചം ഒരാളെയും തട്ടി വീഴ്ത്തില്ല. ഈ വെളിച്ചം ഒരാളുടെ നന്മ ഇല്ലാതാക്കുകയില്ല.
അത് പാദങ്ങൾക്ക് വിളക്കാണ്, അതൊരു വെളിച്ചമാണ്, അത് തെളിച്ചം തരും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇരുട്ടുണ്ടെങ്കിലുണ്ടല്ലോ തപ്പിത്തടഞ്ഞേ നടക്കാൻ പറ്റുള്ളൂ. എത്ര പരിചയമുള്ള സ്ഥലമായാലും പേടിച്ച് പേടിച്ച് തപ്പിത്തടഞ്ഞ് ഇരുട്ടുള്ളപ്പോൾ നമ്മൾ നടക്കുന്നത് അങ്ങനെയല്ലേ. എന്നാൽ വെളിച്ചമുള്ളപ്പോഴോ നമ്മൾ തപ്പിത്തടയേണ്ട ആവശ്യമില്ല, സ്പീഡിൽ പോകും, വേഗത്തിൽ നടക്കാൻ പറ്റും, വേഗത്തിൽ നമുക്ക് പോകാൻ പറ്റും, നമുക്ക് മുമ്പ് കാണാൻ പറ്റും മുന്നിൽ. ഇതുപോലെ തന്നെ ജീവിതത്തിനും വേണം വെളിച്ചം, ഇല്ലെങ്കിൽ ജീവിതത്തിൽ തട്ടി വീണു പോകും. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടത് വെളിച്ചമാണ്. നിങ്ങളുടെ പെരുമാറ്റത്തിൽ വേണ്ടത് വെളിച്ചമാണ്, വിദ്യാഭ്യാസത്തിൽ വേണ്ടത് വെളിച്ചമാണ്, തീരുമാനങ്ങളിൽ വേണ്ടത് വെളിച്ചമാണ്, കൂട്ടുകെട്ടിൽ വേണ്ടത് വെളിച്ചമാണ്. ഹോസ്റ്റലിലാകട്ടെ, കോളേജിലാകട്ടെ, വീട്ടിലാകട്ടെ, ഈ വെളിച്ചം ഇന്ന് ദൈവവചനത്തിലൂടെ കിട്ടട്ടെ. ഈ വെളിച്ചം കിട്ടുമ്പോൾ ഉണ്ടല്ലോ പുറത്തുള്ള ആരുടെ ഉപദേശം വേണ്ട, നമുക്ക് തന്നെ പിടികിട്ടും ഇത് ശരിയാവില്ല, ഇത് മുന്നോട്ട് പോകാൻ പാടില്ല. നമ്മുടെ മനസ്സ് നമ്മളോട് പറയും എന്നതാ ചെയ്യേണ്ടതെന്ന്. പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഈ ദിവസം പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഇരുട്ടും വെളിച്ചവും തമ്മിൽ കൂടിക്കുഴഞ്ഞതുപോലൊക്കെ ആയിരുന്നു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. ഇരുളിൽ നിന്ന് വെളിച്ചത്തെ വേർതിരിച്ചു. കർത്താവേ, ഞങ്ങളുടെ ജീവിതം ഇത്ര വർഷമായി, ഇത്ര നാളുകളായി എന്നും വഴക്കാണ്, എന്നും പ്രശ്നമാണ്, ഒരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല. ചില വേർതിരിക്കലുകൾ ഉണ്ടാകണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഇരുട്ടും വെളിച്ചവും എല്ലാം കൂടിക്കുഴഞ്ഞാൽ കിടക്കുന്നത്, ഒരു സ്വസ്ഥതയില്ല. എന്തൊരു ജീവിതമായതെന്നാ ചിന്തിക്കുന്നേ, എന്തൊരു ഭാരമായത്. പലരും ചിന്തിക്കുന്നു, എന്തിനാ എനിക്കിങ്ങനെ ജീവിതം തന്നെ. എന്നാൽ ഈ വെളിച്ചം വരുമ്പോൾ ഇരുട്ട് മാറിപ്പോകും. വെളിച്ചം വരുമ്പോൾ നല്ലതെന്ന് കണ്ടു എന്ന് പറഞ്ഞതുപോലെ നല്ലത് കാണാൻ, നല്ലത് അനുഭവിക്കാൻ ഭാഗ്യമുണ്ടാകും. നിനക്ക് നല്ലത് കാണാനും നല്ലത് അനുഭവിക്കാനും ഭാഗ്യം ഉണ്ടാകും. നല്ല ജീവിതത്തിൽ നിങ്ങൾ എത്തിച്ചേരും. നല്ലൊരു ജീവിതം നിനക്ക് ലഭിക്കും. നല്ലൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണങ്ങൾ സകലതും മാറിപ്പോകട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഞങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചേ. കർത്താവ്, എല്ലാ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളുണ്ടാകണേ, വിജയമുണ്ടാകണേ. നല്ലൊരു വിജയം ലഭിച്ച് ഒരു സാക്ഷ്യമായി അവരുടെ ജീവിതവും ഭാവിയും മാറണമേ. ദൈവത്തെ അറിയാൻ ഇത് കാരണമാകണമേ. ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ ഇത് കാരണമാകണമേ. ദൈവവചനത്തോട് ചേർന്ന് നിൽക്കാൻ കാരണമാകണമേ. അവരുടെ ജീവിതത്തോട് ചേർന്ന് കിടക്കുന്ന നിരാശയോ മടിയോ എല്ലാത്തിനും വേർതിരിക്കണമേ. വിജയം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. മുപ്പെത്താത്ത മരണം, അപകടങ്ങൾ മാറിപ്പോകട്ടെ. നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. എല്ലാ കുഞ്ഞുങ്ങളെയും ഉപവാസ പ്രാർത്ഥനയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഭവനങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവരെ ഞങ്ങൾ ഒന്നായി നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലത് വരും, നല്ലത് കാണും, വെളിച്ചം ഉണ്ടാകും. ദൈവം അനുഗ്രഹിക്കട്ടെ. യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ വെള്ളിയാഴ്ച ആദ്യ വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുടെ സമാപന ദിവസം, നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസം. അന്നത്തെ കുർബാനയിലും ആരാധനയിലും എല്ലാ കുഞ്ഞുങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളും ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുമല്ലോ. ഉപവാസ പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാവരോടും നന്ദി, പ്രാർത്ഥന, സ്നേഹം അറിയിക്കുന്നു. നാളെയും 5:30 തന്നെ ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ഭാഗ്യമുണ്ടാകട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇതൊരു അനുഗ്രഹമാകട്ടെ. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഒരു ദോഷവും വരികയില്ല, ഒരു തിന്മയും വരില്ല, ഒരനർത്ഥവും കൂടാരത്തെ തൊടുകയുമില്ല. എൻ്റെ ദൈവത്തിൽ ഞങ്ങളത് വിശ്വസിക്കുന്നു. ആമേൻ. നാളെ കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.